അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിദ്യാർത്ഥികൾക്കെല്ലാം സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അല്ലാഹു സുഖം സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ പാഠത്തിൽ നാം പ എന്നുള്ള അക്ഷരം പഠിച്ചു. അഥവാ ബ എന്നുള്ള അക്ഷരത്തിന് കൂടെ 2 പുള്ളി കൂട്ടിക്കൊടുത്താൽ താഴെ 3 പുള്ളിയാവും. താഴെ 3 പുള്ളിയും മുകളിൽ ഫത്തവും കൊടുത്താൽ പ എന്ന് വായിക്കും. അതിനെ നീട്ടുന്നതിനെ കുറിച്ച് നാം പഠിച്ചു. ഫത്തഹിനെ അലിഫ് കൊണ്ട് നീട്ടാം, പാ. കസറിനെ യാ കൊണ്ട് നീട്ടാം, പീ. ലൊമ്മിനെ വാവ് കൊണ്ട് നീട്ടാം, പൂ. പാ, പീ, പൂ. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്. ഇന്ന് നാം പ, പി, പു ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് പദങ്ങൾ നമുക്ക് പരിചയപ്പെടാം. റെഡിയല്ല എല്ലാവരും? യെസ്. ക, പ, ഇ, കപ്പൽ. ക, പ. പ എന്നുള്ള അക്ഷരത്തിന് മുകളിൽ ശബ്ദ കൊടുത്തു. അപ്പോൾ കുറച്ച് ശക്തിയിൽ കൂട്ടി പറയാ, പ. പ ശബ്ദ കൊടുത്താൽ പ. കപ്പൽ, കപ്പൽ. 2 പ ഉപയോഗിക്കുന്നതിന് പകരമാണ് നമ്മൾ ശബ്ദ ഉപയോഗിക്കുന്നത്. മലയാളത്തിൽ 2 പ മുകളിലാക്കി പോയത് 2 ഡബിൾ പ ഇതിൽ. അതിന് പകരമാണ് നമ്മൾ ശബ്ദ കൊടുക്കുന്നത്. കപ്പൽ. ക, പ, ഇ, കപ്പൽ. ക, പ, ഇ, കപ്പൽ. അടുത്തൊരു വേർഡ് നമുക്ക് പരിചയപ്പെടാം. ബോർഡിൽ നോക്കൂ. ക, പി, കപ്പി. വെരി ഗുഡ്, നന്നായിട്ട് വായിക്കുന്നുണ്ടല്ലോ. എന്താ വായിക്ക? ബോർഡിലേക്ക് നോക്കൂ. ക, പി, കപ്പി. എന്ത് വായിക്കും? ക, പി, കപ്പി. അടുത്ത വേർഡ് ബോർഡിൽ കാണുന്നു. ബോർഡിലേക്ക് നോക്കൂ. പു, ത, പ, പുതപ്പ്. എന്താ വായിക്കാം? പു, ദ, പ, പുതപ്പ്. പു, ത, പ, പുതപ്പ്. പിന്നെ നമ്മൾ പഠിക്കാനുള്ളത് 3 വേർഡ് നാം ഇന്ന് പഠിച്ചു. ഏതൊക്കെയാണ്? ക, പ, ഇ, കപ്പൽ. ക, പി, കപ്പി. പു, ദ, പ, പുതപ്പ്. ഇനി അടുത്ത വേർഡ് കു, പി, കുപ്പി. കു, പി, കുപ്പി. കു, പി, കുപ്പി. അടുത്തൊരു വേർഡ് നമുക്ക് പരിചയപ്പെടാം. ചി, പി, ചിപ്പി. ചി, പി, ചിപ്പി. ചി, പി, ചിപ്പി. അപ്പോൾ നമ്മൾ ഒരുപാട് വേർഡുകൾ പഠിച്ചു. കപ്പൽ, കപ്പി, പുതപ്പ്, അതുപോലെ ചിപ്പി പഠിച്ചു. അപ്പൊ ഇനി ഒരുപാട് വേർഡുകൾ നമുക്ക് പരിചയപ്പെടാം. അടുത്ത ക്ലാസ്സിൽ വലിയ വലിയ വേർഡുകൾ നമുക്ക് പരിചയപ്പെടാനുള്ളത്. അപ്പൊ ഇന്ന് പഠിച്ച വേർഡുകള് കപ്പൽ, കപ്പി പഠിച്ചു, പുതപ്പ് പഠിച്ചു, ചിപ്പി പഠിച്ചു. ഒന്നുകൂടി വായിക്കാം. കപ്പൽ, കപ്പി, പുതപ്പ്, ചിപ്പി. കപ്പൽ, കപ്പി, പുതപ്പ്, ചിപ്പി. ഏതൊക്കെ വേർഡുകളാണ് പഠിച്ചത്? കപ്പൽ പഠിച്ചു, കപ്പി പഠിച്ചു, പുതപ്പ് പഠിച്ചു, ചിപ്പി. ബോർഡിലേക്ക് നോക്കൂ. കപ്പൽ, കപ്പി, പുതപ്പ്, ചിപ്പി. ഒന്നുകൂടി വായിക്കുക. ക, പ, ഇ, കപ്പൽ. ക, പി, കപ്പി. പു, ദ, പ, പുതപ്പ്. ചി, പി, ചിപ്പി. കപ്പൽ, കപ്പി, പുതപ്പ്, ചിപ്പി.
ഏതെല്ലാം വേർഡുകളാണ് പഠിച്ചത്? കപ്പൽ, കപ്പി, പുതപ്പ്, ചിപ്പി. 4 വേർഡുകൾ നമ്മൾ പഠിച്ചു. പ, പി, പൂ, പ്. പ, പി, പൂ, പ്. ഫത്തേനെ നീട്ടാൻ അലിഫ് പാ, കസറ നീട്ടാൻ യാ പീ, ലൊമ്മനെ നീട്ടാൻ വാവ് പൂ. ഇനി പ എന്നുള്ള അക്ഷരം ഉപയോഗിച്ച് വേർഡ് എങ്ങനെ പറയും? കപ്പൽ. എങ്ങനെ പറയും? കപ്പൽ. പി എന്നുള്ള അക്ഷരം ഉപയോഗിച്ച് വേർഡ് എങ്ങനെ പറയും? കപ്പി. പൂ എന്നുള്ള അക്ഷരം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വേർഡുകൾ എങ്ങനെ പറയും? പുതപ്പ്. കപ്പൽ, കപ്പി, പുതപ്പ്, ചിപ്പി. കപ്പൽ, കപ്പി, പുതപ്പ്, ചിപ്പി. ഇനി എല്ലാവരും പുസ്തകം തുറക്കൂ. പാഠം 3. പാഠം 3. ഒരു മനോഹരമായ പിക്ചർ കാണുന്നുണ്ട്. എന്തിന്റെ പിക്ചറാണ്? കപ്പൽ. യെസ്, വെരി ഗുഡ്. കപ്പൽ. കപ്പൽ, കപ്പി, പുതപ്പ്, പ, പി, പൂ, പ്പ്. ഇപ്പൊ എല്ലാവരും മനസ്സിലാക്കിയല്ലോ. ഇന്ന് പഠിച്ച അക്ഷരം ഏതാണ്? പ. പ എന്നുള്ള അക്ഷരം പഠിച്ചു. അപ്പോൾ പാഠഭാഗം 2-3 പ്രാവശ്യം വായിച്ച് പഠിക്കാം. ഈ പാഠം വൃത്തിയായിട്ട് 2 പ്രാവശ്യം ഇന്നെടുത്ത പാഠം മുഴുവനായിട്ട് നോട്ട് ബുക്കിൽ എഴുതണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.